റൂമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് മുമ്പ് ഞാൻ കൊച്ചിന് ഫുഡായിട്ട് അകത്ത് കയറിയായിരുന്നു. അന്നേരം ഡോക്ടറെ കണ്ട് സംസാരിച്ചത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ടുപേർക്ക് ആരോഗ്യനില കറക്റ്റ് കുഴപ്പമില്ല, നല്ല രീതിയിലാണ് പോകുന്നത്. ഇവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്? അതോ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന 2 കുട്ടികൾ. എന്താണ് പറഞ്ഞത്? ആ സ്കൂളിലേക്ക് ഇത് കൊണ്ടുവരികയാണോ? കുട്ടികൾ എങ്ങനെയാണ് ഇത് ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ അരളിപ്പൂ? അല്ല, ഞാൻ എനിക്ക് വർക്ക് പെയിൻറ്റിംഗ് വർക്കാണ്. ഞാൻ പെയിൻറ്റിങ്ങിന് കോൺട്രാക്റ്റാണ്. എനിക്ക് വർക്ക് നമ്മുടെ അടുത്ത് തന്നെ സ്ഥലത്തായിരുന്നു. അപ്പോൾ സ്കൂളിൽ തന്നെ എൽദോസ് എന്ന് പറഞ്ഞൊരു മാഷനെ വിളിച്ചു. അപ്പോൾ ആദ്യം എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ മേളിൽ പെയിൻ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ താഴെ ഞാൻ ഫോണിൻ്റെ സൗണ്ട് കേട്ട് ഞാൻ താഴെ കയറിയപ്പോൾ സാറ് വിളിച്ചാൽ സ്കൂളിൽ വന്നു. ഏറ്റവും വിളിച്ചു സാറിന്. അപ്പോൾ സാറ് വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ മകൻ്റെ പേരെ പറഞ്ഞത്. അപ്പോൾ പിന്നെ മകൻ പിന്നെ പേടിച്ചിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർ നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കടയപ്പൂരിലേക്ക് അവർക്കുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു അധ്യാപകൻ നടന്നു. അധ്യാപകനെ ഞാൻ സംസാരിച്ചു പറഞ്ഞു, എൻ്റെ മകനാണ് പറഞ്ഞത് ഇങ്ങനെ അരളിപ്പൂ കഴിച്ചായിരുന്നു എന്ന് പറഞ്ഞു. മറ്റേ പയ്യനും ഓർമ്മയുണ്ടായില്ല. അവൻ ഇങ്ങനെ ക്ലാസ് റൂമിൽ തന്നെ കഴിച്ച ശേഷം തലക്കറങ്ങി ഓട്ടോമാറ്റിക് വീണാർന്നു പറഞ്ഞു. അത് അധ്യാപകനാണ് പറഞ്ഞത്. ഇത് വീട്ടിൻ്റെ പരിസരത്ത് നിന്നാണ് ഇവർ ഇത് കൊണ്ടുവന്നത്? അത് ഞാനത് ആ പരിസരത്ത് കംപ്ലീറ്റ് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ജേക്കബേട്ട സംഭവം ഞങ്ങൾക്ക് അന്വേഷിക്കാൻ നമുക്ക് ആ പരിസരത്തുള്ള എന്തെങ്കിലും ആർക്കടെ വീട്ടിൽ ഈ അരളിയുടെ ചെടി ഉണ്ടെങ്കിൽ നമുക്ക് നശിപ്പിച്ചിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നെ ഞാൻ രാവിലെ ചെന്ന് നോക്കിയപ്പോൾ അതിലോട്ടൊരു കൊച്ചെന്ന് പറഞ്ഞു ഈ ജോഷി എന്ന് പറഞ്ഞ ചേട്ടനാണ് ഈ സാധനം കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ സാധനം ആ കൊച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ സാധനം പോക്കറ്റിലിട്ടുണ്ട് പോയി. അപ്പോൾ ക്ലാസ് റൂമിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. ക്ലാസ് റൂമിൽ അതിൻ്റെ ഈ പൂവിൻ്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? രാവിലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ടൈമിൽ ഒരു 10 മണിയായിട്ട് ഞാൻ ആ സ്കൂളിലുള്ള അധ്യാപനം കണ്ടു. അതായത് ആ ക്ലാസ് ടീച്ചറായിരുന്നു. അധ്യാപനം കണ്ട് സംസാരിച്ചു. അധ്യാപനം പറഞ്ഞു ഇതൊരു കയ്യിൻ്റെ ബോക്സിൽ സാധനം കണ്ടു, അതിൻ്റെ പൂവിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇത് വിളിച്ച് പറയുകയാണ് ചേട്ടനെ സ്കൂൾ അധികൃതരാണ് വിളിച്ച് പറയുന്നത്. അതെ. ചേട്ടൻ എന്താണ് അപ്പം ആ സമയത്ത് തോന്നിയത്? എനിക്ക് തോന്നിയത് സംഭവം ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്. ഈ അരളിയുടെ ഇത് മുമ്പ് കഴിച്ചെന്നുള്ള ഹോസ്പിറ്റലാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ പണ്ട് ഒരു മാസം മുമ്പ് ഒരു നേഴ്സിങ്ങിൻ്റെ സംഭവമില്ല. അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഈ സംഭവം ഇതിനു മുമ്പ് നമ്മൾ ഈ സംഭവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളാണ്. ഇപ്പം ഈ അമ്പലങ്ങളിലായാലും ഇത് പുഷ്പാർച്ചന ചെയ്യാറുന്നു. അതുപോലെ നിവേദനത്തിന് സാധനം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ് ഈ സംഭവം ഈ വിഷയം ഉണ്ടായ കാലം തൊട്ടാണ് നമ്മളിത് ഇത്രയും ഡേഞ്ചറാണെന്ന് സംഭവം അറിഞ്ഞത്. അതെ. അപ്പോൾ ഏതായാലും ഇപ്പോൾ കുട്ടികളിൽ ചേട്ടൻ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഒരാൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇറങ്ങി വരുവാണ് അല്ലേ? അതെ, ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ രണ്ടുപേർക്കും കുഴപ്പമില്ല, നോർമലാണ്. ഇപ്പോൾ ഐ സി ക്രിട്ടിക്കൽ ഐ സി തന്നെയാണ് കഴിയുന്നത്. അപ്പം വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? അത് നാളെ വന്നിട്ട് ഡോക്ടർ വന്നിട്ട് കറക്റ്റായിട്ട് പറയാൻ പറഞ്ഞു. ഈ അരളിപ്പൂ എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വലിയ വാർത്തയൊക്കെ ആവുന്നുണ്ട്. ഇങ്ങനെ ഒരു മരണമൊക്കെ സംഭവിച്ചു ഒരു ലേഡിയുടെ. എന്താണ് ഇങ്ങനെ എന്നുള്ളൊരു കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ല. അത് എന്താണ് സംഭവം? കുട്ടികൾ തമാശയ്ക്ക് ചിലപ്പോൾ ചെയ്തായിരിക്കാം. പക്ഷേ ഇതൊക്കെ ഒരു വലിയ ആപത്തിലേക്ക് വരുമെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെയല്ല. അത് തന്നെ ഈ സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഈ സംഭവം ഇതിനു മുമ്പ് അമ്പലങ്ങളിലായാലും പള്ളികളായാലും ഇതിൻ്റെ പുഷ്പങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം പള്ളിയിൽ ശരിക്കും പറഞ്ഞാൽ ഇത് റീത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ബോഡിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഈ അമ്പലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നിവേദനത്തിൽ ഉപയോഗിച്ചിരുന്ന സാധനം. അതുപോലെ തന്നെ അമ്പലങ്ങളിൽ പുഷ്പാർച്ചനയ്ക്ക് പൂജാരി ചെയ്തുകൊണ്ട് സംഭവമാണ്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് എന്താണ് ഈ വിഷയം അന്ന് കാലങ്ങളിൽ ഈ സംഭവം ഇല്ലോ. ഈ നിവേദനത്തിൽ കഴിക്കാൻ സാധനം വിഷം തന്നെയല്ലേ. അപ്പോൾ ഈ സംഭവം നമ്മൾ ഈ നിവേദനം നമ്മൾ വയറ്റിലേക്ക് പോകുന്ന സാധനം തന്നെയാണ്. പക്ഷേ ഇത് ഈ സംഭവം ഈ നേഴ്സിന് ഒരു മാസം മുമ്പ് നേഴ്സിൻ്റെ സംഭവമാണ്. നമ്മൾ അത്രയ്ക്ക് നമുക്കത് ഒരു വിഷയമായിട്ട് വരുന്നത്. അപ്പോൾ അന്നും ഈ സംഭവം ഉണ്ടായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്